വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമി സമയത്ത് വെളിച്ചമാം യഹോവയെ സ്തുതിക്കണമവൻ ജനം. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമി സമയത്ത് വെളിച്ചമാം യഹോവയെ സ്തുതിക്കണമവൻ ജനം. ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2000-ന് ശേഷമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ രാജ്യത്ത് വളരെയധികം വർദ്ധിച്ചത്. അത് ആരംഭിച്ചതായ സമയത്ത് നാം ഉപയോഗിച്ചതായ ഡിവൈസുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കാം. വളരെ ചെറിയ ഒരു ഡിവൈസാണ് ആ സമയത്ത് നാം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ 20-25 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും എത്രയോ വളരെ വലിയ വ്യത്യാസമാണ് ആ രംഗത്തുണ്ടായിട്ടുള്ളത്. നാം ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസുകളാണ്. ഈ ഡിവൈസുകളെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ഡിവൈസുകൾ വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയുടെ സിംഹഭാഗവും പൊതുജനങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നത്. സാധാരണയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. എന്നാൽ മൊബൈൽ ഫോണിലൂടെ എല്ലാവിധ ആപ്ലിക്കേഷനുകളും ഇന്ന് ഓപ്പൺ ചെയ്യാനും യഥേഷ്ടം ഉപയോഗിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാ വെബ്സൈറ്റുകൾക്കും അതിൻ്റെ മൊബൈൽ വേർഷനുണ്ട്. കൊച്ചുകുട്ടികൾ പോലും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം തൽപരരാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രായമുള്ളവരെക്കാൾ നന്നായി അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുള്ളതും അറിവുള്ളതും ഈ തലമുറയിലുള്ളവർക്കാണ്. അതുകൊണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ ജനകീയമാണ്. ഈ മൊബൈൽ ഫോൺ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. അതിൽ തുടർച്ചയായി മൊബൈൽ സേവനദാതാക്കൾ, അതായത് അതിൻ്റെ കമ്പനികൾ, അതിൽ അപ്ഡേറ്റുകൾ നൽകാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ആപ്പിൾ കമ്പനി അല്ലെങ്കിൽ സാംസങ്, ഇവരെല്ലാവരും തുടർച്ചയായി അപ്ഡേറ്റ്സ് തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മൊബൈൽ ഡിവൈസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ അപ്ഡേറ്റ് ചെയ്യുവാൻ അവർ കൃത്യമായ അപ്ഡേറ്റുകൾ അതാത് സമയങ്ങളിൽ നൽകാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റിയാണ് അവർ ലക്ഷ്യമിടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹാക്കേഴ്സ് കടന്നു വന്ന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഈ ഫോണിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോകാൻ ഉള്ള സാധ്യത അപ്ഡേറ്റുകൾ തടയുകയാണ്. രണ്ടാമത്, പുതിയ ആപ്ലിക്കേഷനുകളിലെ ക്രാഷ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാൻ ഈ അപ്ഡേറ്റുകൾക്ക് സാധിക്കും. മൂന്നാമത്, പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുവാൻ ഈ അപ്ഡേറ്റുകൾക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ റിന്യൂ ചെയ്ത് ഓരോ കൃത്യമായ ഇടവേളകളിലും അത് പുതുക്കിക്കൊണ്ടേയിരിക്കും. മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും അതിന് അപ്ഡേറ്റുകളുണ്ട്. നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ വിൻഡോസ് അപ്ഡേഷൻ. അങ്ങനെ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനെ പുതുതാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിന്യൂ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു പുതുക്കം പ്രാപിക്കേണ്ടുന്നതായ ആവശ്യമുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്.
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. എത്ര അർത്ഥവത്തായ ഒരു വാക്യമാണിത്. ദൈവവചനം പറയുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ ക്ഷയിച്ചു പോകാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും നാം പ്രായമുള്ളവരായി വരികയാണ്. എത്ര പെട്ടെന്നാണ് നാം പ്രായമുള്ളവരാകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പല പ്രായത്തിലുള്ളവരായിരിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവാം, ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ടാകാം, മധ്യവയസ്കരുണ്ടാകാം, പ്രായമുള്ളവരുണ്ടാകാം, പല പ്രായത്തിലുള്ളവരുണ്ടാകാം. ഈ പ്രായമൊക്കെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ശരീരത്തിന് പ്രായം കൂടിക്കൂടി വരുന്നു. നമ്മുടെ ചെറുപ്പകാലം നാം ഇന്നലെ എന്നതുപോലെ ഓർമ്മിക്കുന്നുണ്ടാവാം. ഒരു ചെറിയ ബാഗുമൊക്കെ പിടിച്ച് ഒരു കുടയും എടുത്ത് അങ്ങനെ ആ സ്കൂളിലേക്ക്, ചെറിയ ക്ലാസ്സുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നതായ ആ സമയം, 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിരുന്നതായ സമയം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നല്ല ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം തന്നെയാണത്. ആ സ്ലേറ്റൊക്കെ പിടിച്ച് നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് പോയതായ ആ സമയം. ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അത് പറഞ്ഞാൽ അത്രമാത്രം ഗ്രഹിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സ്ലേറ്റുകളുടെ ഉപയോഗമൊക്കെ കുറഞ്ഞിരിക്കുന്നുവല്ലോ. ക്ലാസ്സുകളിലാണെങ്കിൽ പോലും അത്യാധുനിക സംവിധാനങ്ങൾ ആയിക്കഴിഞ്ഞു. പഴയ കാലത്തെ ഒരു സ്ഥിതിയല്ല ഇന്നുള്ളത്. വൈറ്റ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളോ ഒക്കെ ക്ലാസ്സുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. വീഡിയോ കാണിച്ച് കുട്ടികളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. പഴയ കാലത്ത് ഈ സ്ഥിതി അല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും കാലങ്ങൾ മാറിയപ്പോൾ ഒരുപാട് വ്യത്യസ്തത എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട്. പിന്നെ പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ വാസ്തവത്തിൽ ശരീരത്തിനാണ് പ്രായമുള്ളത്, മനസ്സ് ഒരിക്കലും പ്രായമാകുന്നില്ല. മനസ്സെപ്പോഴും ചെറുപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിൻ്റെ പ്രായമാണ് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നത്. മനസ്സെപ്പോഴും പ്രസരിപ്പുള്ളതാണെങ്കിൽ ആ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് നമ്മിൽ എപ്പോഴും പ്രകടമായിരിക്കും. മനസ്സുകൊണ്ട് പറയുകയാണ്, ഓ നീ പ്രായമായി, നിനക്ക് ക്ഷീണമായി, ഇനി നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ മനസ്സങ്ങനെ അങ്ങ് പറയുകയാണെങ്കിൽ നാം വല്ലാതെ ക്ഷീണിതരായി പോകും. പക്ഷേ തിരുവെഴുത്ത് നോക്കുക. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. നോക്കണം, വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ യോശുവയോട് പറയുകയാണ്, ഇനി നിന്നെക്കൊണ്ട് ആവശ്യം എന്താണ്? നീ യുദ്ധം ചെയ്യണം, വളരെയധികം ദേശം കൈവശമാക്കുവാനായിട്ടുണ്ട്. നോക്കണം, വൃദ്ധനായ യോശുവയാണ് ദൈവം ഈ വലിയ ഉദ്യമം ഏൽപ്പിക്കുന്നത്. കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത്, യോശുവയുടെ ശരീരം കൊണ്ട് അദ്ദേഹം പ്രായമുള്ളവനായിരിക്കാം, പക്ഷേ മനസ്സുകൊണ്ട് അദ്ദേഹം വളരെയധികം ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ ആ വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കാലേബിനെ നോക്കിയാലോ. കാലേബ് യോശുവയുടെ അടുക്കൽ വന്ന് പറയുന്നതായ ഒരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ താൻ പറയുന്നത് എന്താണ്? ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. നോക്കണം, 85 വയസ്സുള്ള മനുഷ്യൻ പറയുകയാണ്, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഞാൻ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കാരണം ശരീരത്തിൻ്റെ പ്രായത്തേക്കാൾ ഉപരിയായി മനസ്സിൻ്റെ ചെറുപ്പമാണ് അദ്ദേഹത്തിന് അത് പറയാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കാം, പക്ഷേ മനസ്സിൻ്റെ ബലം, മനസ്സിൻ്റെ ചിന്ത നമ്മെ ചെറുപ്പക്കാരാകുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നോക്കണം, ഓരോ ദിവസവും നാൾക്ക് നാൾ അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുകയാണ്. പുറമേയുള്ള ശരീരം ഒരുപക്ഷെ ക്ഷീണിതമായി തീരാം,
രോഗം വരാം, പ്രായത്തിൻ്റെതായ ക്ഷീണം വരാം, നമ്മുടെ ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോകാം. പക്ഷേ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ച് പുതുക്കം പ്രാപിച്ചു വരുമ്പോൾ നമ്മുടെ പുറമേയുള്ള ക്ഷീണത്തെക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ ഓജസ്സും തേജസ്സും ഒക്കെ നമ്മെ നേരെ നിർത്തുന്നു, നമ്മെ ധൈര്യപ്പെടുത്തുന്നു, ദൈവസന്നിധിയിൽ നമ്മെ എഴുന്നേൽപ്പിക്കുന്നു. എത്ര അനുഗ്രഹകരമായ ഒരു കാര്യമാണിത്. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. ഒരു മൊബൈൽ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണോ കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്തെടുക്കുന്നത്, അതേപോലെ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പുതുക്കം എന്ന് പറയുന്നത് നമ്മുടെ അകമേയുള്ള മനുഷ്യൻ്റെ ശക്തിപ്പെടലാണ്. അത് പുറമേയുള്ള ബാഹ്യമായ ശരീരത്തിൻ്റെ ക്ഷീണത്തെ തരണം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തിപ്പെടൽ തന്നെയാണ്. ഒരു പക്ഷേ ബാഹ്യമായ ക്ഷീണം നാം അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ശരീരത്തിൻ്റെ ക്ഷീണം നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്നത്തെ ദിവസം നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുവാനും ഓരോ ദിവസവും നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ധൈര്യപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പലപ്പോഴും ഞങ്ങളുടെ ശരീരം ക്ഷീണിതമായി തീരുന്നു. ഞങ്ങളുടെ പ്രായത്തിനനുസരണമായി ഞങ്ങളുടെ ശരീരം ക്ഷീണിതമായി തീരുന്നുണ്ടല്ലോ കർത്താവെ. എന്നാൽ അവിടുത്തെ വചനപ്രകാരം ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് ധൈര്യപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവയെപ്പോലെ, കാലേബിനെ പോലെ ശാരീരികമായ ക്ഷീണത്തെ വകവയ്ക്കാതെ പ്രായത്തിനെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ധൈര്യപ്പെടുവാനും ബലപ്പെടുവാനും ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. തിളക്കമിങ്ങുദിക്കുന്നു വെളിച്ചമമശീഹയി വിധം നമ്മിലുദിക്കണം. തിരുമുഖമതിൻ പ്രഭ തെളിവോടു വിലസുമ്പോൾ ഇരുളിൻ്റെ പ്രവൃത്തികൾ മറവിടം തിരക്കിടും. ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. സമസ്തമാം